നമസ്കാരം. ലേൺ വിത്ത് ലക്ഷ്മി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. നമ്മുടെ സബ്ജക്റ്റ് തുടങ്ങുകയാണ് കെമിസ്ട്രിയുടെ ഇന്ന്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കനോടൊന്ന് അമർത്തണം, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കണം. എന്നാലേ ഞാൻ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പീരിയോഡിക് ടേബിളിനെ പറ്റി ജസ്റ്റ് ഒരു പീരിയോഡിക് ടേബിളിനെ പറ്റി ബ്രീഫായിട്ട് നമുക്കൊന്ന് പഠിക്കാം. അതായത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പം എന്തിനാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്? അതായത് ഇവിടെ ഒരുപാട് യൂണിവേഴ്സിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നിനും വ്യത്യാസമാണ്. ഓക്സിജൻ്റെ ക്യാരക്ടർ അല്ല നൈട്രജനുള്ളത്, നൈട്രജൻ്റെ ക്യാരക്ടർ അല്ല മഗ്നീഷ്യത്തിനുള്ളത്. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ക്യാരക്ടർ വേറെ വേറെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് ഈസിലി നമുക്ക് അതിനെ പഠിക്കണം. അതിനുവേണ്ടി അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് ഒരു ലൈബ്രറി പോവാണ്. നമുക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ലൈബ്രറിയിലൊക്കെ പോവുകയാണെങ്കിൽ അതായത് ഫിക്ഷൻ്റെ ഒരു ഭാഗത്ത്, കോമിക് ബുക്സ് ഒരു ഭാഗത്ത്, നോവൽസ് ഒരു ഭാഗത്ത്, അങ്ങനെയല്ലേ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് നമുക്കതിനെ പോയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ് ഈ പീരിയോഡിക് ടേബിൾ റെഡിയാക്കിയേക്കുന്നത്. മോസ്റ്റ്ലിയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്. അതായത് അദ്ദേഹം ആറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് പീരിയോഡിക് ടേബിളിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ പീരിയോഡിക് ടേബിളിനെ സെറ്റ് ചെയ്തേക്കുന്നു. മുഴുവൻ കൂടി 118, അതായത് 118 എലമെൻറ്റ്സ് ആണ് പീരിയോഡിക് ടേബിളുള്ളത്. ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് 118 എലമെൻറ്റ്സിനെ വെച്ചിട്ടാണ് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് 1 to 118 ആറ്റോമിക് നമ്പേഴ്സാണ് ഇതിനുള്ളത്. അതായത് 1 ഹൈഡ്രജന്, പിന്നെ 2, 3, 4, 5, 6 അങ്ങനെ ഇലക്ട്രോണിക് നമ്പറിൻ്റെ ബേസിൽ, അതായത് ഇലക്ട്രോണിക് നമ്പറിൻ്റെ ബേസിസിൽ ആണ് ആറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് ഈ ഗ്രൂപ്പിനെ, ഈ പീരിയോഡിക് ടേബിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ 1, 2, 3, 4, 5, 6, 7 പീരിയഡ്സും 18 ഗ്രൂപ്പ്സും ആണുള്ളത്. അതായത് റോസും ഉണ്ട്, കോളംസും ഉണ്ട്. അതിൽ റോസ് 7 പീരിയഡ്സും 1, 2, 3, 4, 5, 6 അങ്ങനെ 18 ഗ്രൂപ്പ്സുമാണ് പീരിയോഡിക് ടേബിൾ ഉള്ളത്. അങ്ങനെയാണ് 118 എലമെൻറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടോ 57 to 71ഉം 89 to 103 നമ്മൾ എക്സ്ട്രാ എടുത്ത് ഇവിടെ അറേഞ്ച് ചെയ്തേക്കാണ്. അത് ലാൻതനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് ആണെന്ന് അറിയപ്പെടുന്നത്. അതായത് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊരു നല്ലൊരു ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന്. അതായത് ഇത് ഒത്തിരി അങ്ങ് നീണ്ടുപോലെ, അപ്പോൾ കമ്പാക്റ്റായിട്ട് നമുക്കൊന്ന് ടേബിളായിട്ട് അറേഞ്ച് ചെയ്യാനാണ് ഇവിടെ എക്സ്ട്രാ ഇവിടെ 2 എണ്ണം ലാൻതനൈറ്റ്സും ആക്ടിനൈറ്റ്സും. അതായത് പ്രോപ്പർട്ടി ഇതിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് 57 കഴിഞ്ഞിട്ട് 71 വരെയും 89 കഴിഞ്ഞ് 103 വരെയും എക്സ്ട്രാ ഇവിടെ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെ ലാൻതനൈറ്റ്സ് എന്നും ആക്ടിനൈറ്റ്സ് എന്നും പറയും. ദെൻ നമുക്കറിയാം ഇതിനകത്ത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഫോം ഉണ്ട്, ഗ്യാസ് ഫോം ഉണ്ട്. എല്ലാ ഫോമിലുള്ള എലമെൻസും ഇതിനകത്തുണ്ട്. മോസ്റ്റ്ലി കൂടുതലും ഒരു 90% ഏതിലും കൂടുതൽ ഭാഗവും മെറ്റൽസ്, അതായത് മെറ്റൽസ് ആണ് ഇതിനകത്തുള്ളത്. ദെൻ ഈ ഫസ്റ്റ് കണ്ടോ, ഈ 2 ഗ്രൂപ്പും, അതായത് ഈ 2 ഗ്രൂപ്പും 1ഉം 2ഉം ഗ്രൂപ്പിനെ പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ്. ഈ 2 ഗ്രൂപ്പും പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ദെൻ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് 13 to 18. അതായത് ബോറോൺ തുടങ്ങി ഹീലിയം കണ്ടോ, ഈ ഗ്രൂപ്പിനെ കണ്ടോ 13, 14, 15, 16, 17, 18 ഇത്രയും പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നും, ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഈ ഭാഗത്തിന് ട്രാൻസിഷൻ, അതായത് 3 to 12നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയുക. അതിന് ഡി ബ്ലോക്ക് എലമെൻറ്റ്സും ഈ ലാൻതനൈറ്റ്സും ആക്ടിനൈറ്റ്സും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അതായത് SPDF. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന്. ഇപ്പോൾ ഈ നെയിമിംഗ് ഒന്ന് ഓർത്തിട്ടാൽ മതി. ഫസ്റ്റ് 1, 2 ഗ്രൂപ്പിനെയും എസ് ബ്ലോക്ക്, ദെൻ 13 to 18നെ പി ബ്ലോക്ക്, 3 to 12 ഗ്രൂപ്പിനെ ഡി ബ്ലോക്കും, ലാൻതനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സിനെ എഫ് ബ്ലോക്കും എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് താഴോട്ട്, അതായത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഈ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നും, ഈ രണ്ടാമത്തെ കണ്ടോ ബെർലിയം, മാഗ്നീഷ്യം, കാൽസ്യം, ഈ താഴോട്ടുള്ള ഈ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് പറയുന്നത്. ദെൻ
3 to 12 ഗ്രൂപ്പ് ഉണ്ടല്ലോ താഴോട്ട്, അതിനെയാണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. അതിനെയാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. 3 to 12 താഴോട്ട്. ദെൻ 13 to താഴോട്ട് ബോറോൺ ഫാമിലി, ദെൻ കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി അങ്ങനെ പറയും. ദെൻ 18 ഗ്രൂപ്പിനെ പറയുന്നതാണ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ കാര്യം അറിയാമല്ലോ, ഈ നോബിൾ ഗ്യാസിന് എന്തിനാണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇത് ഒരു കെമിക്കൽ റിയാക്ഷനും ഒരു എലമെൻറ്റുമായിട്ട് നടത്തത്തില്ല. അതിൻ്റെ കാര്യം അറിയാമല്ലോ, അതിൻ്റെ ഒക്ടറ്റ് സ്ട്രക്ചർ പൂർത്തിയായതുകൊണ്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും ഒടുവിലത്തെ ഷെല്ലിൽ ഒക്ടറ്റ് സ്ട്രക്ചർ പൂർത്തിയായതുകൊണ്ട് ഇത് ഒരു എലമെൻറ്റുമായിട്ടും കെമിക്കൽ റിയാക്ഷൻ നടത്തത്തില്ല. അതിനെയാണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞല്ലോ ആൽക്കലി മെറ്റൽസ് ആണ്. ദെൻ നോബിൾ ഗ്യാസ് വരെ നമ്മൾ പറഞ്ഞു. ഇനിയും ഈ ഒരു ഫുൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്, നോബിൾ ഗ്യാസ് ഉണ്ട്. പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയത്തില്ല, ഇതിനൊക്കെ മെറ്റൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉള്ളത്. ഈ ട്രാൻസിഷൻ എലമെൻറ്റ് വരെ മെറ്റൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉള്ളത്. ഈ കണ്ടോ ഈ ഒരു കളറിൽ കൊടുത്തേക്കുന്നത് ഈ ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസെനിക് ഇങ്ങനെയുള്ള ഈ ഒരു കളറിൽ കൊടുത്തിരിക്കുന്നത് സെമി മെറ്റലാണ്. അതായത് മെറ്റലോയിഡ്സ് ആയിരിക്കും. അതായത് മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയും കാണും, നോൺ മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയും കാണും ഈ ഒരു ഗ്രൂപ്പിന്. അതാണ് സെമി മെറ്റൽ. അത് വേറൊരു കളറിൽ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഗ്യാസസ്. ഈ കളറിലേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാം ഹാലജൻ എലമെൻറ്റ് അല്ലെങ്കിൽ ഗ്യാസസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു 18 ഗ്രൂപ്പ് ആണ് നോബിൾ ഗ്യാസസ്. അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം അതായത് ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൂടി വരും. ദെൻ നമ്മൾ പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ പീരിയഡ് എടുക്കുകയാണെങ്കിൽ അതായത് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് പോകുന്തോറും ഇതിൻ്റെ മെറ്റാലിക് പ്രോപ്പർട്ടി കുറഞ്ഞാണ് വരുന്നത്. അതായത് ഇവിടെയുള്ള മെറ്റാലിക് ഈ ഇവിടുത്തെ എലമെൻസിനൊക്കെ മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. അവിടുന്ന് ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോകുന്തോറും മെറ്റാലിക് പ്രോപ്പർട്ടി കുറഞ്ഞു വന്ന് ഗ്യാസസ് ഫോമിലോട്ട് പോകും. അതാണ് പറഞ്ഞാൽ സോളിഡ് മെറ്റൽ, സെമി മെറ്റൽ, പിന്നെ ഗ്യാസസ് അങ്ങനെ പോകും. അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴോട്ട് പോകുന്തോറും മെറ്റാലിക് പ്രോപ്പർട്ടി കൂടിക്കൂടി വരികയാണ്. അതായത് ഫസ്റ്റൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലിഥിയം, സോഡിയം ഒക്കെ നമ്മളിപ്പം ഒരു സോഡിയമൊക്കെ നമ്മളൊരു കത്തി വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതായത് സോളിഡ് ആണെങ്കിൽ പോലും സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ പോലും നമുക്കതിനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് താഴോട്ട് വരുന്ന ഫ്രാൻസിയം വരെ ആകുമ്പോഴത്തേനും കട്ടി കൂടി അതായത് മെറ്റാലിക് പ്രോപ്പർട്ടി കൂടി വരും താഴോട്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും മെറ്റാലിക് പ്രോപ്പർട്ടി കുറഞ്ഞും വരും. ഇത്രയാണ് പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ കാര്യങ്ങൾ. നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. സിമ്പിൾ ചാപ്റ്ററാണ്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പഠിക്കണം. അതായത് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചാൽ നമുക്കിതിനകത്ത് മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. അതൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ബോർ മോഡലൊന്ന് വരയ്ക്കാം. ബോർ മോഡലാണ് നമ്മൾ എന്നത് നമുക്കറിയാം. ഒരു ഷെല്ല് വരയ്ക്കുക. ഒരു മോഡൽ ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് കാണും അല്ലേ? പിന്നെ അതിൻ്റെ ചുറ്റും ഓർബിറ്റ്സും കാണും, അതായത് ഷെൽസും കാണും. അതായത് ഒരു ന്യൂക്ലിയസ് സെൻറ്റർ ഓഫ് ആറ്റം കാണും. അതിന് ചുറ്റും അതിൻ്റെ ഓർബിറ്റൽസും, അതായത് ഈ ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ഇരിക്കുന്നതല്ല അതിൻ്റെ ഓർബിറ്റ്സിലാണ്. അതായത് ഇവിടെ ന്യൂക്ലിയസ്, പിന്നെ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല്, ദെൻ എൽ, എം, എൻ. നമ്മൾ പേര് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഷെല്ലിനെ എല്ലാം ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഷെല്ലിൻ്റെ പേരാണ് കെ, ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ട് ഡിനോട്ട് ചെയ്യും. രണ്ടാമത്തെ ഷെല്ല് എൽ, ക്യാപിറ്റൽ ലെറ്റർ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്യും. മൂന്നാമത്തെ ഷെല്ല് എം, ക്യാപിറ്റൽ ലെറ്റർ എം കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദെൻ എൻ, അതും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ഈ ഷെല്ലുകൾ. അപ്പം നമുക്കിതിനകത്ത് ഓരോന്നിനും കപ്പാസിറ്റി ഉണ്ടായിരിക്കുമല്ലോ. ഈ ഓർബിറ്റിൽ ഈ ഒരു ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിനകത്ത് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇതിനകത്ത് ഒക്കുപ്പൈ ചെയ്യും, ദെൻ നെക്സ്റ്റിൽ അടുത്ത ഒക്കുപ്പൈ ചെയ്യും, ദെൻ അങ്ങനെയാണ് ഇലക്ട്രോൺസ് പോകുന്നത്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന് താങ്ങാൻ പറ്റുന്നൊരു ഇതുണ്ട്, ഈ എല്ലിന് താങ്ങാൻ പറ്റുന്നതുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഷെല്ലായ കെയ്ക്ക്
എത്ര ഇലക്ട്രോണിന് താങ്ങാനുള്ള കപ്പാസിറ്റിയാണ് ഉള്ളത്? 2. ദെൻ രണ്ടാമത്തെ എൽ ഷെല്ലിൽ 8. ദെൻ എം 18. ദെൻ എൻ 32 ഇലക്ട്രോൺസിനെ വരെ താങ്ങാനുള്ള കപ്പാസിറ്റി എന്നിനുണ്ട്. അതായത് ഇത് ഓർത്തിരിക്കണം കേട്ടോ. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ മാത്രമേ ഇതിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ള സ്പേസേ ഉള്ളൂ. ദെൻ അടുത്ത ഷെല്ലിലോട്ട് അപ്പോൾ ബാക്കിയില്ല, അപ്പോൾ 2 ഇലക്ട്രോൺ കഴിഞ്ഞാൽ അടുത്ത ഷെല്ലിലോട്ട് ബാക്കി ഇലക്ട്രോണിനെ കൊടുക്കും. ആ എൽ ഷെല്ലിൽ എത്രയേ പറ്റൂ? 8 പറ്റൂ. ദെൻ അതിനെ ഒക്കുപ്പൈ ചെയ്തതിന് നെക്സ്റ്റ് എം ഷെല്ലിലോട്ട് കൊടുക്കുമ്പോൾ അതിന് 18 ഇലക്ട്രോൺസിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ എന്നിലോട്ട് പോകുമ്പോൾ അതിന് 32 ഇലക്ട്രോൺസിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ. ദെൻ ഈ ഓരോ ഷെല്ലിനും ഓരോ സബ് ഷെല്ലുകളും ഉണ്ട്. അതായത് സബ് ഷെൽ, അതാണ് മെയിൻ കാര്യം. ഇത് ഓർത്തിരിക്കേണ്ട മെയിൻ കാര്യം അതാണ്. ഈ കേക്ക് കുറേ ഇത് ഓരോ ഓർബിറ്റല്ലേ, ഇതിനായിട്ട് സബ്ബായിട്ട് കുറേ അതായത് ഷെല്ലുകളും ഇതിനുണ്ട്. ഇത് ഫസ്റ്റ് ഷെൽ ഇതാണെങ്കിൽ ഇതിന് സബ് ഷെല്ലുകളുണ്ട്. എല്ലിന് സബ് ഷെല്ലുണ്ട്, എമ്മിന് സബ് ഷെല്ലുണ്ട്, എന്നിന് സബ് ഷെല്ലുണ്ട്. അതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. അതായത് കെ ഷെല്ല്, ഇനി നമുക്ക് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, എസ് എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. എസ് ആണ് കെയുടെ സബ് ഷെല്ല്. കെയുടെ സബ് ഷെൽ എന്ന് പറഞ്ഞാൽ എസ് ആണ്, നമ്മൾ സ്മോൾ ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദെൻ അടുത്ത കെ ഷെല്ല്. കെ ഷെല്ലിന് 2 എണ്ണം ഉണ്ട്, എസ്സും ഉണ്ട് പിയും ഉണ്ട്. അടുത്ത ഷെല്ല് ഇതിന് എസ്സും ഉണ്ട് പിയും ഉണ്ട്, 2 സബ് ഷെല്ലാണുള്ളത്. അടുത്ത മൂന്നാമത്തെ സബ് ഷെല്ലായ എമ്മിന് എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട്, എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട്. നാലാമത്തേതിന് എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട് എഫ് ഉണ്ട്. അതായത് എസ് പി ഡി എഫ് 4 സബ് ഷെല്ലാണ് എന്നിനുള്ളത്. നമ്മൾ ആദ്യം പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ എസ് ബ്ലോക്ക് ഡി ബ്ലോക്ക്, ആ ഒരു എസ് ഞാൻ പറഞ്ഞില്ലേ ഓർത്തിരിക്കണമെന്ന്. അതാ ഇതിൻ്റെ മെയിൻ ഐഡിയ ഇതാണ്. സബ് ഷെല്ലുകൾ എസ്, എസ് പി, എസ് പി ഡി, എസ് പി ഡി എഫ്. മനസ്സിലായോ? ഒരു 4 സബ് ഷെല്ല്, 3 എണ്ണം. അതായത് കേക്ക് ഫസ്റ്റ് ഷെല്ലായതിന് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, എസ്. ഇനി ഈ സബ് ഷെല്ലിലും അതിന് കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ സബ് ഷെല്ലിന് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് പഠിക്കാം. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് കെ ഷെല്ല്, ദെൻ എൽ ഷെല്ല്, ദെൻ എം ഷെല്ല്, എൻ ഷെല്ല്. കെ ഷെല്ല്, എം ഷെല്ല്. അപ്പം നമുക്കറിയാം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര, നമ്മൾ മുമ്പേ പഠിച്ചതാണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര? കെക്ക് 2 ഇലക്ട്രോണ്, എല്ലിന് 8 ഇലക്ട്രോണ്, 18 ഇലക്ട്രോണ്, എന്നിന് 32 ഇലക്ട്രോൺ. ഇത്രയാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ദെൻ നമ്മൾ ഷെല്ലിനെ പറ്റി പഠിച്ചല്ലോ. എത്ര ഷെല്ലുകളാണ്? ഷെൽ നമ്പർ എത്രയാണ്? കെക്ക് 1 ഷെല്ല്, എല്ലാം 2ാമത്തെ ഷെല്ല്, എം 3ാമത്തേത്, എൻ 4ാമത്തേത്. ദെൻ നമ്മൾ സബ് ഷെല്ലുകൾ പഠിച്ചല്ലോ. സബ് ഷെല്ലുകൾ ഓരോന്നിനും എത്ര സബ് ഷെല്ലും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ. കേക്ക് എത്ര സബ് ഷെല്ലേ ഉള്ളൂ? 1 സബ് ഷെല്ലേ ഉള്ളൂ. എല്ലിന് എത്ര സബ് ഷെല്ലുണ്ട്? 2 എണ്ണം ഉണ്ട്. എമ്മിന് 3 എണ്ണം, എന്നിന് 4 എണ്ണം. ഇനി നമുക്കതിനെ നെയിം ചെയ്യാം. നെയിം ഓഫ് സബ് ഷെല്ല്. നമുക്കറിയാം നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന നെയിംസ് പറഞ്ഞു. ഫസ്റ്റ് ഷെല്ലിനെ നമ്മളെപ്പോഴും എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഷെല്ലിനെ നമ്മൾ പിയും കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എസ്സും പിയും ഉണ്ട്. തേർഡ് സബ് ഷെല്ലിന് നമ്മൾ എസ്സും പിയും ഡിയും ഉണ്ട്. ഫോർത്ത് സബ് ഷെല്ലിൽ നമ്മൾ എസ്സും പിയും ഡിയും എഫും ഉണ്ട്. അത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ നമുക്കതിനെ നെയിം ചെയ്യാം. ഫസ്റ്റ് ഷെല്ലിന് നമുക്കറിയാം എസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫസ്റ്റ് ഷെല്ല്, അതായത് ഫസ്റ്റ് ഷെല്ലാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഷെൽ നമ്പർ എത്ര? 1. അപ്പോൾ അതാണ് 1s. 1s എന്നാണ് വായിക്കുന്നത്, 1s. ഇനി നമ്മൾ സെക്കൻഡ് ഷെല്ലിനെ നെയിം ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മനസ്സിലാകണം ഇത് എത്രാമത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്, എത്രാമത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ ആണെങ്കിൽ അതിന് നെയിം കൊടുക്കണം. അതാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ എസ്, അതിന് 1s എന്ന് കൊടുത്തത് എന്താ? ഫസ്റ്റ് ഷെല്ലാണ് 1. അതുകൊണ്ട് ഇനി നമ്മൾ എൽ ഷെല്ലിൽ വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു കെക്ക് എസ് മാത്രമേ ഉള്ളൂ സബ് ഷെല്ല്. ഇവിടെ എസ്സും പിയും ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അല്ലേ, നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ. ഫസ്റ്റ് 1s കൊടുത്തു. സെക്കൻഡ് നെയിം കൊടുക്കുമ്പോൾ എല്ലിന് എത്ര സബ് ഷെല്ലുണ്ട്? എസ്സും ഉണ്ട്, പിയും ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഷെല്ലല്ലേ, രണ്ടാമത്തെ സബ് ഷെല്ലിൻ്റെ അല്ല നെയിം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2s ഉം 2
പിയും, അതായത് എസ്സും ഉണ്ട് പിയും ഉണ്ട്. ഇതിൻ്റെ നെയിം ഇങ്ങനെയാണ്, 2s ഉം 2pയും. അതാണ് സെക്കൻഡ് ഇതിനെ നമ്മൾ നെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ ഷെല്ലിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? 3s 3p 3d. നമ്മൾ ഇലക്ട്രോൺ നമ്പർ എഴുതുന്നത് ഇതിനകത്ത് നമ്പർ എഴുതുന്നത് മേളിലാണ്. ഇത് നമ്മൾ എത്രാമത്തെ ഷെല്ലാണെന്നുള്ള നെയിമിങ്ങാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് 1s എന്ന് പറയുമ്പോൾ നമുക്ക് 1s എന്ന് കണ്ടാലേ ഓർത്തോ ഫസ്റ്റ് സബ് ഷെല്ലാണ്. 2s 2p എന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കണം ഇത് സെക്കൻഡ് ഷെല്ലാണ്. തേർഡ് ഷെല്ലിൽ എസ് ഉണ്ട് പിയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആയതുകൊണ്ട് 3s 3pയും 3dയും കൊടുത്തു. ഇനി 4 ആണെങ്കിൽ ഈസി അല്ലേ, അതായത് 4s 4p 4d 4f. അപ്പോൾ ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാകണം ഇത് നാലാമത്തെ ആണ്, നാലാമത്തെ ഷെല്ലിലുള്ള സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതുകൊണ്ടാണ് എസും പിയും ഡിയും എഫും വന്നേക്കുന്നത്. അതുമല്ല എസിൻ്റെ കൂടെ 4 ഉണ്ട്. എസിൻ്റെ കൂടെ 4 കണ്ടാലേ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇത് ഫോർത്ത് ഷെല്ലിലുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ് എഴുതിയേക്കുന്നത്. 2 കണ്ടാൽ സെക്കൻഡ് ഷെല്ല്, ഫസ്റ്റ് കണ്ടാൽ ഫസ്റ്റ് ഷെല്ല്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ. ഇതൊന്ന് ഓർത്തിരിക്കുക, അപ്പം നമുക്ക് കുറേ കൂടി ഈസി ആവും ചാപ്റ്റർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ സബ് ഷെല്ലുകൾക്കും, അതായത് എസ്സും പി ഡി എഫ് എന്ന് പറഞ്ഞില്ലേ, ഈ സബ് ഷെല്ലുകൾക്കും കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് എസ്സിന് 2 ഇലക്ട്രോണിനെ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതുപോലെ പിക്ക് 6 ഇലക്ട്രോണിനെ, ഡിയുടെ സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണിനെയും എഫിന് 14 ഇലക്ട്രോണിനെയും ഇതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ, അതായത് സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഈ ഒരു നമ്പർ ഓർത്തിരുന്നാൽ മാത്രം നമുക്ക് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ ശരിയായിട്ട്. അത് ഈ ഓരോ എലമെൻറ്റിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ ഭാഗവും നമ്മൾ പഠിച്ചു. അത് ശ്രദ്ധിച്ചിരിക്കണം. എസിന് 2, പിക്ക് 6, ഡിക്ക് 10, എഫിന് 14 ഇലക്ട്രോൺസിനെയും ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ കാർബണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാം. അതിന് നമ്പർ എത്ര? കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഫസ്റ്റ് ഷെല്ല് സെക്കൻഡ് ഷെല്ല്, ഇത് നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ നിറഞ്ഞിട്ടല്ലേ അടുത്ത സബ് ഷെല്ലിലോട്ട് പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത സബ് ഷെല്ലിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റിനെ മാക്സിമം നിറഞ്ഞിട്ടാണ് അടുത്തടുത്ത ഷെല്ലിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, ടേബിൾ നമ്മൾ മുമ്പേ പഠിച്ചു. ഫസ്റ്റ് ഷെല്ല് സബ് ഷെല്ലുകളുടെ എണ്ണം ഒരെണ്ണേ ഉള്ളൂ, അത് 1s ആണ്. അപ്പോൾ നമ്മൾ എഴുതി 1s അല്ലേ, ഫസ്റ്റ് ഷെല്ല് 1s. അപ്പം ആദ്യത്തെ ഷെല്ല് 1s ആണ്. അത് എത്ര ഇലക്ട്രോൺ, എസ്സിൽ എത്ര ഇലക്ട്രോണിൻ്റെ കപ്പാസിറ്റി ഉണ്ട്? 2 ഇലക്ട്രോണിനെ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ എസ്സിനുള്ളൂ, ഒക്കുപ്പൈ ചെയ്യാനുള്ള സ്ഥലമേ എസ്സിനുള്ളൂ. അപ്പം നമ്മളതിന് 2 കൊടുത്തു. അതായത് 1s2 എന്നാണ് വായിക്കുന്നത്. 2 മേലെഴുതുമ്പോൾ സ്ക്വയർ എന്ന് വായിക്കരുത്, 1s2 എന്നാണ് വായിക്കുന്നത്. ഓക്കെ, അത്രയും നിറഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് ഷെല്ലിലോട്ട് പോകുമ്പോൾ അവിടെ 2 സബ് ഷെല്ലുണ്ട്, എസ്സും ഉണ്ട് പിയും ഉണ്ട്. ഓക്കെ, അപ്പം അടുത്ത ഇലക്ട്രോണ് നമ്മൾ ബാക്കിയുള്ള, ഇപ്പോൾ 2 എണ്ണമായി 6-ൽ, ബാക്കി 4 എണ്ണം. അപ്പോൾ അടുത്ത് നമ്മൾ 2s കൊടുത്തു. സെക്കൻഡ് ഷെല്ലിൽ 2s ഉണ്ട് 2p ഉണ്ട്. അപ്പോൾ 2s എത്ര ഇലക്ട്രോൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? എസ്സിന് 2 ഇലക്ട്രോണുള്ള കപ്പാസിറ്റി അല്ലേ, അപ്പം 2 എഴുതി. 1s2 2s2. അടുത്തതപ്പം 4 ആയിട്ടുള്ളൂ, ഇനി 2 ഇലക്ട്രോണിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ 2s രണ്ടാമത്തെ ഷെല്ലിൽ 2s 2 സബ് ഷെല്ലുണ്ട്, എസ്സും ഉണ്ട് പിയും ഉണ്ട്. അപ്പോൾ നമ്മൾ 2p എന്ന് എഴുതി. അപ്പോൾ ബാലൻസ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺസിന് പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ 2 4 ഇനി എത്ര എണ്ണം ഉണ്ട്? 2 ഇവിടെ ഉള്ളൂ, ആ 2 ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് കാർബണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 2s2 2p2. ഇതാണ് കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് 2 ഇലക്ട്രോണിന് ആദ്യം, അടുത്തതിന് 2 ടോട്ടൽ കൂട്ടിയതൊക്കെ 2 4 6 ഇലക്ട്രോൺസ്. അതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ. നെക്സ്റ്റ് നമ്മൾ ഓക്സിജൻ എടുക്കുക. ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആറ്റോമിക് നമ്പർ എത്ര? 8. അപ്പോൾ നമ്മളത് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ 1s ഫസ്റ്റ് ഷെല്ലിൽ എഴുതി. അവിടെ 2 ഇലക്ട്രോണിനെ പറ്റത്തുള്ളൂ, 2 ഇലക്ട്രോൺ എഴുതി. സെക്കൻഡ് ഷെല്ലിൽ 2s 2p ഉണ്ടല്ലേ, അപ്പോൾ 2s. അപ്പം 2 ഇലക്ട്രോൺ ഇവിടെ പോയി, അടുത്ത എസ്സിൽ 2 ഇലക്ട്രോൺ പറ്റും, അത് എഴുതി. രണ്ടാമത്തെ ഷെല്ലിൽ 2s 2p ഇല്ലേ, 2p എഴുതി. അപ്പം അവിടെ 6 ഇലക്ട്രോൺ വരെ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ 4 ഇനി എത്ര എണ്ണം കൂടെ ഉണ്ട്? 4 ഇലക്ട്രോൺ കൂടെ അല്ലേ ഉള്ളൂ, ബാക്കിയുള്ളൂ ഇവിടെ. അപ്പോൾ 6 ഇലക്ട്രോൺ വരെ പറ്റും. അപ്പോൾ നമുക്കിവിടെ 4 എഴുതാം. അപ്പോൾ ഇതാണ് 1s2 2s2 2p4. ഇതാണ് ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഗ്നീഷ്യം. ആറ്റോമിക് നമ്പർ എത്ര? 12 അല്ലേ.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് എഴുതി, നിങ്ങളും അതിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതി നോക്കണേ. ഫസ്റ്റ് വൺ 1s, ഫസ്റ്റ് സബ് ഷെൽ എഴുതി, അത് 2 ഇലക്ട്രോൺ എസ്സിന് പറ്റൂ, അതെഴുതി. സെക്കൻഡ് സബ് ഷെൽ എസ്സും ഉണ്ട് പിയും ഉണ്ട് എഴുതാം. അപ്പോൾ സെക്കൻഡ് സബ് ഷെല്ലിൻ്റെ നമ്പർ എത്ര? 2s അല്ലേ? 2s 2p അല്ലേ? 2sൽ 2 ഇലക്ട്രോൺ പറ്റും, 2pയിൽ 6 ഇലക്ട്രോൺ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ 2 2 4 എഴുതി. ഇനിയും ബാക്കി എത്ര? 12 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 6ഉം ഒക്കുപ്പൈ ചെയ്യാമല്ലോ, കാരണം ഇലക്ട്രോൺ ഇപ്പോൾ തന്നെ 10 ആയി. ഇനി ബാക്കി എത്രയാണെന്ന് വെച്ചാൽ എഴുതാം. അപ്പോൾ അടുത്ത നമ്മൾ ഇത്രയും അറിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സബ് ഷെല്ലിലോട്ട് പോവാം. കെ ഫില്ലായി, എല്ലായി, അടുത്ത എം ഏതൊക്കെയുണ്ട്? 3s ഉണ്ട്, 3s. അപ്പം എസ്സിൽ 2 ഇലക്ട്രോണിനെ എഴുതി. എസ്സിൽ എപ്പോഴും 2 ഇലക്ട്രോണിലേ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ ഇപ്പോൾ ടോട്ടൽ എത്രയായി? 12 ആയി. അപ്പോൾ ഇതാണ് 1s2, 2s2, 2p6, 3s2. ഇതാണ് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പം നമ്മൾ അടുത്ത ഇപ്പം വേറൊരു നമ്പർ എഴുതുവാണെങ്കിൽ വലുതാണെങ്കിൽ 3s2 കഴിഞ്ഞിട്ട് പിയിൽ എത്ര പറ്റും? 6 പറ്റും. അതും കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഡിയിലോട്ട് നോക്കും. ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 വരെ പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ 3d എഴുതും, അല്ല 4d എഴുതും. മനസ്സിലായോ? അല്ലെങ്കിൽ 3d എഴുതും. സോറി 3d. 3s2 നമുക്ക് 3 സബ്ഷെൽ ഉണ്ടല്ലോ എസ്സിൽ, മൂന്നാമത്തേൽ എസ് പി ഡി. അപ്പോൾ നമുക്ക് അതിലും എസ്സിലും പിയിലും നിറഞ്ഞില്ലേ നമ്മൾ അടുത്ത ഡിയിലോട്ട് പോയി അതിൻ്റെ ഇലക്ട്രോൺ നമ്പർ എഴുതും, 3d എന്ന് എഴുതും. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ദെൻ നമ്മൾ ഇതിനകത്ത് ഇനി മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കണ്ടോ, കാർബണിൻ്റെ ലാസ്റ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിയിലല്ലേ അവസാനിക്കുക. അപ്പം നമുക്ക് പറയാൻ പറ്റും കാർബൺ പി ബ്ലോക്ക് എലമെൻറ്റാണ്. നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചല്ല, പീരിയോഡിക് ടേബിൾ പഠിച്ചില്ലേ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ഒക്കെ. എസ് ബ്ലോക്ക് എവിടെ വരെയാണ്, ഡി ബ്ലോക്ക് എവിടെ വരെയാണ്, പി ബ്ലോക്ക് എവിടെ വരെയെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? അപ്പം നമുക്ക് ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പിയിൽ അവസാനിക്കുന്നതായതുകൊണ്ട് കാർബൺ എപ്പോഴും പി ബ്ലോക്കിലായിരിക്കും. ഓക്സിജൻ അവസാനിക്കുന്ന പിയില, അപ്പോൾ ഓക്സിജനും പി ബ്ലോക്കിലായിരിക്കും. ദെൻ Mg മഗ്നീഷ്യം അവസാനിക്കുന്ന എസ് ബ്ലോക്കിലാണ്, എസ്സിലാണല്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റും മഗ്നീഷ്യം ഒരു എസ് ബ്ലോക്ക് എലമെൻറ്റാണെന്ന് പറയാൻ പറ്റും. ഇത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും ഉത്തരം തരാൻ ശ്രമിക്കാം. ദെൻ ഈ ക്ലാസ് നമ്മൾ അവസാനിക്കുകയാണ്. ഇത്രയും ഞാൻ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു 1/4 ഭാഗമായി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് നന്നായിട്ട് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.